അയത്തുള്ള അലി ഖമനീയുടെ മരണം, വധം, അത് ലോകത്തിലുണ്ടാക്കാൻ പോകുന്ന തുടർചലനങ്ങൾ എന്താ എന്നത് പ്രസക്തമാണ്. ഇന്ത്യയിലടക്കം അതിൻ്റെ ചില തുടർചലനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷേ ഈ ഇസ്ലാമിക തീവ്ര നിലപാടുള്ള രാജ്യങ്ങളിൽ പുതിയ ചില നീക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത്തരം സൂചനകളുണ്ട്. കാരണം പരമാവധി പരമ്പരാഗത ഇസ്ലാമികവാദങ്ങൾ പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു അയത്തുള്ള അലി ഖമനേനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം വലിയ തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള ജാഗ്രത പൊതുവിൽ ലോകരാജ്യങ്ങൾ കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാൻ നടത്തുന്ന തിരിച്ചടി. ഇറാനിൻ്റെ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പൊതുവിൽ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ബാധിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായി തന്നെയാണ്. സാഹചര്യങ്ങളെ കേരളത്തിലടക്കം ഫ്ലൈറ്റുകൾ തുടർച്ചയായി റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. വിദേശങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ അവസ്ഥ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നവർ നാടുകളിലുമുണ്ട് എന്നതാണ് സാഹചര്യം. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അല്പസമയം മുമ്പാണ് നോർക്ക സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. അവരുമായി നിരന്തരം നോർക്ക ബന്ധപ്പെടുന്നുണ്ടോ? എന്താണ് അധികൃതർ വ്യക്തമാക്കുന്നത്? നോർക്കയുടെ അവലോകന യോഗം ചേരുകയാണ്. നോർക്ക സെക്രട്ടറി TV അനുപമയും അതുപോലെ തന്നെ നോർക്ക CEO അജിത്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതിന് മുമ്പാണ് നമ്മോട് അവർ കാര്യങ്ങൾ വിശദീകരിച്ച് കൃത്യമായ നിരീക്ഷണം നോർക്കയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. 300 പരം കോളുകൾ ഇതിനകം ഈ നോർക്കയിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വന്നു കഴിഞ്ഞത്. പക്ഷേ കൂടുതലും ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അല്ലാതെ അവിടെ നിന്ന് കാര്യമായ കോളുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇസ്രായേലിൽ ഉള്ള മലയാളികളുണ്ട്. അവരുടെ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇറാനിൽ പക്ഷേ ആരുമില്ല എന്നൊരു വിധേയത്തിലാണ് നോർക്കയ്ക്കുള്ളത്. കാരണം നേരത്തെ തന്നെ അവിടെ നിന്ന് രാജ്യം വിട്ടു പോകണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾ ആരെങ്കിലും അവിടെ ഉള്ളതായി വിവരമില്ല. പക്ഷേ ഇസ്രായേൽ മലയാളികളുണ്ട്. അവരെല്ലാം സുരക്ഷിതരെന്നാണ് നോർക്ക വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് നോർക്കയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ കൈമാറുന്നുണ്ട്. ആ ഒരു നിർദ്ദേശമനുസരിച്ച് രാജ്യത്തിന്റെ എംബസിയുടെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി നോർക്കയും നൽകുന്നത്. പലയിടത്തും ആളുകൾ പുറത്തിറങ്ങുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. അവിടങ്ങളിലെ ഭരണകൂടം പറയുന്ന കാര്യങ്ങളും കൃത്യമായി കേൾക്കണം. അതിനപ്പുറത്തേക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലടക്കം കാര്യമായ ഒരു ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് നോർക്കയും വ്യക്തമാകുന്നത്. സർക്കാർ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ ഒരു സംവിധാനം ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തുറന്നത്. ആ രീതിയിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാര്യമായ ആശങ്കയ്ക്ക് ഈ ഘട്ടത്തിൽ ഇടയില്ല. എന്നാലും യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. ആരെങ്കിലും അവിടെ നിന്ന് ഒഴിപ്പിക്കാനോ നാട്ടിലെ കൊണ്ടുവരേണ്ട ആവശ്യങ്ങളൊന്നും ഇതുവരെ നോർക്കയ്ക്ക് അത്തരം പരാതികളോ ആവശ്യങ്ങളോ നോർക്കയുടെ മുന്നിൽ വന്നിട്ടില്ല. ആ അവിടങ്ങളിലുള്ള ആളുകൾ സുരക്ഷിതർ തന്നെയാണ്. പലപ്പോഴും ഈ വിമാനം വൈകുന്നതും വിമാനം ക്യാൻസൽ ചെയ്തതും ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതൽ ഈ മലയാളികളെ അലട്ടുന്നത്. പലർക്കും ജോലിക്ക് പോകേണ്ട സമയം കഴിഞ്ഞവരുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കും ഇവിടെ എത്തേണ്ട ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ഒരു പ്രയാസം മാത്രമാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന് മുന്നിലുള്ളത്. അല്ലാതെ ആരും ഈ ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ അല്ലെങ്കിൽ ഇസ്രായേലിനാകട്ടെ രാജ്യം വിട്ടു വരാനുള്ള അപേക്ഷയുമായി ഇതുവരെ അധികൃതരെ ആ രീതിയിൽ സമീപിക്കുന്നില്ല. അവർ അവിടങ്ങളിൽ സുരക്ഷിതെന്ന വിശ്വാസം തന്നെയാണ് നോർക്കയും സംസ്ഥാന സർക്കാരുമൊക്കെ മുന്നോട്ട് പോകുന്നത്. വിദേശകാര്യ മന്ത്രാലയവുമായി ഒക്കെ ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾക്കാണ് നോർക്കയുടെ തീരുമാനം. അതാണ് സാഹചര്യം. എന്തായാലും യുദ്ധം നീണ്ടു നിന്നാൽ സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കില്ല. ആശങ്കപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവും. പലർക്കും വിദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടവരുണ്ട്, തിരികെ ഇങ്ങോട്ട് വരേണ്ടവരുണ്ട്. ഇവരൊക്കെ താൽക്കാലികമായ യാത്രയൊന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നീണ്ടുപോയാൽ അത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ അതിഗുരുതരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വെല്ലുവിളിയാണ് പൊതുവിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്. എന്തായാലും ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, തങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുന്നുണ്ട്. 6th വേവാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലേക്ക് അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവുന്നു എന്നതാണ്. അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഒട്ടും ചെറുതായിരിക്കില്ലതാനും. ആ തരത്തിലുള്ള പ്രതിസന്ധി പൊതുവിൽ അവിടെ ഉണ്ടാവുന്നു എന്ന സാഹചര്യം കൂടിയാണ്. ഇതിനിടയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ബാധ്യത, വെല്ലുവിളി ഉണ്ടാക്കുമെന്ന സൂചനകൾ തന്നെ. അജയ് സുധാ ബിജു നമുക്കൊപ്പമുണ്ട്. അജയ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് എണ്ണവില ഉയരും, അത് ഉറപ്പാണ്. ഒപ്പം സ്വർണ്ണവില, ഇത് ആഗോള വിപണിയിൽ തന്നെ നേരത്തെ ഉക്രൈൻ റഷ്യ സംഘർഷ സമയത്ത് തന്നെ സ്വർണ്ണവിലയിലെ മാറ്റം നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോഴും ഉയരുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ ബാധ്യത, പ്രതിസന്ധി ഉണ്ടാക്കുമോ പശ്ചിമേഷ്യൻ സംഘർഷം?
തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഉൾപ്പെടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഒരു പ്രത്യാഘാതങ്ങൾ ആഗോള മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ മേഖലയിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ മിനാബിലുള്ള ഒരു എലമെന്ററി സ്കൂളിൽ ആക്രമണം നടന്നിരുന്നു. ഇസ്രായേൽ മിസൈൽ പതിച്ച് ആക്രമണം നടന്നതാണ്. ഇവിടെയുള്ള മരണസംഖ്യ ഇപ്പോൾ 148 ഉയർന്നിട്ടുണ്ട്. 148 കുട്ടികൾ ഇവിടെ മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇറാനിലുള്ള സ്പീക്കറായിട്ടുള്ള ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖലീബാഫ് അദ്ദേഹം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അമേരിക്ക റെഡ് ലൈൻ ക്രോസ് ചെയ്തു, അമേരിക്ക അതിര് കടന്നു, ഇതിനുള്ള ഫലം അവർ അനുഭവിക്കും, ഇതിനുള്ള ഫലം അനുഭവിക്കുമെന്നാണ് മുഹമ്മദ് ബാക്കർ ഖലീഫ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ മേഖലയിൽ സംഘർഷം അത് കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ദോഹയിൽ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോർദാൻ ഇതിനിടയിൽ കുറച്ച് ഇറാനിയൻ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് അവർ നശിപ്പിച്ച് കളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലും നിരന്തരം ഇപ്പോൾ ഈ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പോസ്റ്റാണ് നേരത്തെ ഇങ്ങനെയുള്ളത്. അതിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു കർശന നിർദ്ദേശം എന്ന് പറയുന്നത്. അതായത് അമേരിക്കയ്ക്കും തക്കതായിട്ടുള്ള തിരിച്ചടികൾ ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 27 മേഖലയിലുള്ള 27 ബേസുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാന്റെ 6th വേവ് ഓഫ് അറ്റാക്കാണ് ഇതെന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ ഇത് വെച്ച് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപ് ട്രൂ സോഷ്യൽ വഴിയാണ് ഇപ്പോൾ ഇറാന് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. മുൻപെങ്ങുമില്ലാത്ത രീതിയിലാണ് ഇറാന്റെ തിരിച്ചടി. ഇത്തരത്തിൽ അവർ തിരിച്ചടി തുടർന്നു കഴിഞ്ഞാൽ വലിയൊരു ഫോഴ്സിൽ ഉള്ള അറ്റാക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഈ ഭീഷണിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്കയ്ക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിനിടയിൽ US ടൈംസ് സ്ക്വയറിൽ ട്രംപിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു. ഈ യുദ്ധം ഇപ്പോൾ ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം ഈ യുദ്ധത്തിലേക്ക് കടന്നതിൽ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു. US കോൺഗ്രസിൽ തന്നെ ഇതിന് വിമർശനങ്ങൾ വന്നിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ട്രംപിന്റെ അനുയായികളായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ചില അംഗങ്ങളും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. US കോൺഗ്രസിന് പിന്നാലെ US-ലെ ചില ജനങ്ങളും ട്രംപിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ടൈംസ് സ്ക്വയറിൽ ഒത്തുകൂടുന്ന ഒരു കാഴ്ച ഉൾപ്പെടെ കണ്ടു. ഇപ്പോൾ ടെഹ്റാനിൽ മാത്രമല്ല US-ലടക്കം ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും വലിയ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.